ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും അതേപോലെ ടേസ്റ്റി ആയിട്ടുമുള്ള ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീനായിരുന്നു മേടിച്ചത്. അത് ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കിനും ഏകദേശം 1/2 കിലോയോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ നന്നായിട്ട് കളഞ്ഞ് ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ചെമ്മീൻ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി 1 ടേബിൾ സ്പൂൺ നല്ല ഫൈനായിട്ട് അരച്ച പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ ഞാനിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിനെ കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണേ. അടുത്തായിട്ട് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് വയനാടൻ കൈമ റൈസ് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം തോർന്നു പോകാനായിട്ട് ഇതുപോലെ ഞാനൊരു കണ്ണോപ്പയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റൈസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് വേവിക്കുന്നത്. അപ്പം നമുക്കിനി റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യ് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക, ഒരു 3-4 ഏലക്ക ചേർത്താൽ മതി. ഏലക്കയും അതുപോലെ തന്നെ ഗ്രാമ്പു, പിന്നെ ഒരു 2-3 കുരുമുളകും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഈ നെയ്യിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. പിന്നെ അതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഈ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞ ഒരു പിടി സവോള മതി കേട്ടോ. 1 പിടി സവോളയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരു ഇളം ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി തോരാൻ വേണ്ടി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, ആ റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് റൈസ് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ഉപ്പ് ഇച്ചിരി വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. അന്നേരം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുമ്പം സവോളയും കൂടി പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും. ഇപ്പം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, റൈസ് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ തോരാനായിട്ട് വെച്ചപ്പോഴത്തേക്കിനും. അപ്പോൾ ഇനി നമുക്ക് ഈ റൈസ് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അതിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ റൈസും നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിനും ഏകദേശം റൈസൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വരും. ഇങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ വെള്ളം ഊറ്റിക്കളയാതെയാണ് റൈസ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതുകൂട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ റൈസ് ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കത്തുമില്ല. എന്താ പറയുക, നല്ല റൈസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ റൈസ് കറക്റ്റായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നേരത്തെ തന്നെ തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇപ്പം ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ച റൈസിലോട്ട് ഈ ചൂടുവെള്ളം, തിളച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഗ്ലാസ് അരി എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 3 ഗ്ലാസ് അരി വേവാനായിട്ട് 6 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. എടുക്കുന്ന റൈസിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുക. നമ്മൾ വെള്ളം പറ്റിച്ചെടുക്കുകയാണെങ്കിൽ, അതല്ല നമ്മൾ വെള്ളം ഊറ്റിക്കളയുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിലോട്ട് വെള്ളം നമ്മൾ ചേർത്തു. ഇനി നല്ലപോലെ ഇളക്കിയിട്ട് ചെറിയ തീയിൽ നമുക്ക് അടപ്പ് വെച്ചടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരാനായിട്ട് മാക്സിമം ഒരു 15 മിനിറ്റ് സമയമേ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഓരോന്നായിട്ട് ഓരോ ചെമ്മീനായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് മുന്നേ അത്യാവശ്യം വലുപ്പമുള്ളൊരു കൊഞ്ചായിരുന്നു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലും ചെറുതായി. ഇനി ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും തീരെ ചെറുതായി പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഫ്രൈ ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്യുമ്പോഴാണ് അത് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പം ഞാൻ കൊഞ്ചെല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ കിടന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പം നമുക്ക് റൈസ് വെന്തോന്ന് നോക്കാം. ഇപ്പം റൈസിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. ഇത് കണ്ടോ, ചെറുതായിട്ടൊരു വെള്ളമയമേ ഉള്ളൂ റൈസിൽ. അതും കൂടി നമുക്ക് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി അടച്ചു വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് റൈസ് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ബിരിയാണിക്കുള്ള റൈസ് ഏകദേശം റെഡിയായി. ചെമ്മീൻ നമ്മൾ അപ്പുറത്ത് വേറെ പാത്രത്തിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഞാനൊരു ചെറിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള ഗാർണിഷിങ്ങിന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തീയിൽ. പാൻ നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ തീയിലോ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സവോളയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവോള ഇവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തായെന്ന് നോക്കാം. ഞാനത് ശരിക്കും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. അത് വീഡിയോ സ്കിപ്പായതാണ്. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ള ചെമ്മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. ഇപ്പം തന്നെ നമുക്ക് ഒരെണ്ണെടുത്ത് കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് ബിരിയാണിക്ക് വേണമല്ലോ. അപ്പം സവോളയും ഫ്രൈ ആയി വന്നു. അത് ഞാൻ എല്ലായിടത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സവോള കരിഞ്ഞു പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പം ഞാൻ ഈ കൊഞ്ച് ഫ്രൈ ചെയ്യാനെടുത്ത ആ സെയിം ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഫുൾ എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. ബാക്കി ഓയിൽ ഞാൻ കളയും. അപ്പം ഈ ഓയിലിലോട്ട് നമുക്ക് മസാല തയ്യാറാക്കണം. ഓയിൽ ഓൾറെഡി ചൂടായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവും കാര്യങ്ങളും ഒക്കെ എത്രയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഈ എണ്ണയിലൊന്ന് വഴറ്റണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്കിനി ആവശ്യത്തിനുള്ള സവോള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സവോള, ഒരു വലിയ 3 സവോളയാണ് എടുത്തത്. അപ്പോൾ സവോളയും കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് കുറച്ച് നേരം അടച്ചു വെക്കാവേ. അടച്ചു വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അതൊന്ന് വഴന്ന് കിട്ടും. ഇപ്പം നന്നായിട്ട് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഞാനൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയും നന്നായിട്ട് മൂത്ത് വന്നു. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ആണെങ്കിലും ചേർത്താൽ മതി. അത് ഒരു 2 ടീസ്പൂൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂണും കൂടി എക്സ്ട്രാ ചേർക്കാം. എന്നിട്ട് അതും കൂടി നമ്മൾ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഏറ്റവും അവസാനമാണ് ഞാൻ ബിരിയാണിക്കുള്ള മസാല ചേർക്കുന്നത്. ഞാനൊരു 2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മസാലപ്പൊടി ഞാൻ നേരത്തെ എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നേരത്തെ ഒരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മസാല ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം മസാലയും റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി തക്കാളി ഇതിൽ നന്നായിട്ട് കിടന്നൊന്ന് വേണം. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം.
ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നു. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് മല്ലിച്ചപ്പ്, പുതിന ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഗാർണിഷിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉണക്കമുന്തിരി, ഉള്ളിയൊക്കെ, അതും കൂടി നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. ഇനി ഏറ്റവും അവസാനം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാല എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ചിക്കൻ ബിരിയാണി ചെയ്യുമ്പോൾ നമ്മൾ നാരങ്ങയും തൈരും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. മസാലയൊക്കെ ചെമ്മീനിലേക്ക് നന്നായിട്ട് പുരണ്ട് വരട്ടെ. അപ്പം ഇളക്കി കുറച്ച് നേരം ഒന്ന് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഓൾറെഡി കുക്ക്ഡാണ്, എന്നാലും കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ റൈസ് കുക്ക് ചെയ്ത ആ സെയിം പാത്രം തന്നെ അതിൽ നിന്ന് ഞാൻ റൈസ് മാറ്റി, എന്നിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഫുള്ള് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഫുള്ള് ഇതിലോട്ട് നിരത്തിയിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ പുറത്ത് റൈസ് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ റൈസ് കുക്ക് ചെയ്ത് വെച്ചിരുന്നത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങോട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, റൈസ് നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കുക്ക് ചെയ്തത് കൊണ്ട് ചില റൈസുകൾ കണ്ടോ ഇച്ചിരി ഒരു ഒരു ഫ്രൈ ആയിട്ട് ടിപ്പുണ്ട്. പിന്നെ ഇനി നമ്മളിതിൻ്റെ പുറത്തോട്ട് ഗാർണിഷ് ചെയ്യുക. മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞതും, പിന്നെ സവോള ഫ്രൈ ചെയ്തതും, അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് നമ്മളിങ്ങനെ റൈസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നമ്മൾ തിക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണമെന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആവി നന്നായിട്ട് കറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇച്ചിരി ഗ്യാപ്പിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഒരുപാട് പ്രസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ റൈസ് എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ പുറത്തൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ലിഡ് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഇപ്പോൾ ബിരിയാണി കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ അലൂമിനിയം ഫോയിൽ എടുത്ത് മാറ്റിയായിരുന്നു. ഇനി നമുക്കൊരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കാം. താഴേന്ന് മസാലയൊക്കെ ഒന്ന് ഇളക്കി നോക്കാം. മസാലയൊക്കെ നന്നായിട്ട് റൈസിൽ അടിയിൽ നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കഴിക്കാനായിട്ടൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെമ്മീൻ ബിരിയാണി. വളരെ ഈസിയാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയായിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം. ബൈ ബൈ.